ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കസ്റ്റമർ അയച്ചു തന്നിട്ടുള്ളൊരു ഷർട്ടാണ്, റെഡിമെയ്ഡ് ഷർട്ടാണ്. അതിൽ ബാക്ക് വശത്തായിട്ട് ചെറിയൊരു ഡാമേജ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡാമേജ് കവർ ചെയ്യാനായിട്ട് ചെറിയൊരു ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കസ്റ്റമർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവർ അയച്ചു തന്നിട്ടുള്ള ഷർട്ടാണിത്. ഇതിൻ്റെ ബാക്ക് വശത്തായിട്ട് ഇതാ ഡാമേജ് കണ്ടതിന് മനസ്സിലാവും നിങ്ങൾക്ക്, നല്ലോണം ഡാമേജ് ആയിട്ടുണ്ട്. എന്നോട് അവർ അയൺ ചെയ്തപ്പോൾ ബേണായി പോയതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല എനിക്ക് കണ്ടിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. നമ്മളെ ഈ ക്ലോത്തൊക്കെ പിന്നി പോയില്ലേ, ആ ഒരു ടൈപ്പ് ഡാമേജാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് അവർ കവർ ചെയ്യാനായിട്ട് ഉള്ളിൽ വേറൊരു ക്ലോത്ത് വെച്ചിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതിൻ്റെ സ്റ്റിച്ചിങ് പുറമേ നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റേതായ ഒരു ഐഡിയയിൽ എംബ്രോയ്ഡറി ആ ഒരു സ്റ്റിച്ചിങ് ഒക്കെ മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവരെന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഒരു ഷർട്ടിൻ്റെ ഡാമേജ് സംഭവിച്ച ആ ഒരു പോർഷൻ എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പം ഭയങ്കര സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത്. പെട്ടെന്ന് ചെയ്ത് തീർക്കാം, നന്നായിട്ട് ചെയ്തെടുക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് കയ്യിൽ കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ചെറുതായിട്ട് പണി കിട്ടി എന്നുള്ള കാര്യം. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജ് ഉണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോയിൽ കാണുന്ന കൂടാതെ വേറെയും 2-3 സ്ഥലത്ത് ചെറുതായിട്ടൊക്കെ ആ ഒരു ക്ലോത്ത് പിന്നിപ്പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ക്ലോത്ത് ഫ്രെയിമിലിട്ടിട്ടാണല്ലോ വർക്ക് ചെയ്യുക. അപ്പോൾ ഫ്രെയിമിലിടുന്ന സമയത്ത് ഇത് കൂടുതൽ ഡാമേജ് ആയി വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെനിക്ക് ഡബിൾ പണിയായിരുന്നു ഉണ്ടായിരുന്നത്. കിട്ടിയ പണീനേക്കാൾ കൂടി എക്സ്ട്രാ ഞാൻ കുറച്ചുകൂടെ പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം ടൈം എടുത്തിട്ടാണ് ഈ ഒരു വർക്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. ഡിസൈനൊക്കെ എൻ്റെതായ ഐഡിയയിൽ ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർക്ക് ആകെ ഒരു കണ്ടീഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ആ ഒരു ഡാമേജ് മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തത്തിൽ അത് കവർ ചെയ്യുന്ന വിധത്തിൽ ഫ്രീ ഹാൻഡായിട്ട് ഒരു പാറ്റേൺ വരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. പിൻട്രസ്റ്റിൽ ഒരുപാട് റെഫറൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്നെല്ലാം കുറച്ച് സെലക്ട് ചെയ്തിട്ട് എൻ്റെതായ ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങനെ പാറ്റേൺ വരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ പാറ്റേണൊക്കെ വരച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രെയിമിലോട്ട് ഒരു ഷർട്ട് ഇട്ട് കൊടുത്ത സമയത്താണ് എനിക്ക് പണി കിട്ടി എന്നുള്ള കാര്യം മനസ്സിലായത്. കാരണം ഫ്രെയിമിലോട്ട് ക്ലോത്ത് ഇട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ ഡാമേജ് ആയിക്കൊണ്ടേയിരുന്നു. ആ ഒരു ഷർട്ട് ഇങ്ങനെ പിന്നി പോകാൻ തുടങ്ങി. പല സ്ഥലത്തായിട്ട് അങ്ങനെ ക്ലോത്ത് പിന്നിക്കൊണ്ടിരുന്നു. നമുക്ക് ടൈറ്റ് ചെയ്ത് വലിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ടൈറ്റ് ചെയ്ത് വലിക്കും തോറും അത് കൂടുതൽ പിന്നിട്ട് ഷർട്ട് കയറിപ്പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഞാൻ കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ അത് എക്സ്ട്രാ പണിയായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് ടൈറ്റ് ചെയ്ത് വലിക്കാതെ ഒരു അങ്ങനെ നോർമലായിട്ട് അങ്ങനെ ഇട്ടിട്ട് വർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സംഭവം നല്ല ടഫായിരുന്നു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു ഫ്രെയിമിലോട്ട് ക്ലോത്ത് ടൈറ്റായിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ അത് നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നല്ല നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അത് നല്ലോണം കഷ്ടപ്പാടുണ്ടായിരുന്നു അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുറച്ച് ടൈം അധികം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കസ്റ്റമറോട് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവർ കുഴപ്പമില്ല, ഓക്കെ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. സാധാരണ വുഡൻ ഫ്രെയിമിലിട്ടിട്ടാണ് വർക്ക് ചെയ്തെടുക്കൽ. പക്ഷേ ഇതുപോലുള്ള സ്റ്റിച്ചഡ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ ഷർട്ടൊക്കെ വരുമ്പോൾ ഞാൻ ഇതുപോലെ ഫ്ലെക്സിബിൾ ഹൂപ്പ് വെച്ചിട്ടാണ് ചെയ്തെടുക്കൽ. അതിൽ പറ്റുന്നതാണെങ്കിൽ അത് വെച്ചിട്ടാണ് ചെയ്യൽ. പക്ഷേ ഇത് ആ ഒരു ഹൂപ്പ് ഉപയോഗിച്ചിട്ട് പോലും നിൽക്കുന്നുണ്ടായിട്ടില്ല. കാരണം നന്നായിട്ട് ലൂസായി പോകുന്നുണ്ട്. ടൈറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു ക്ലോത്തും ആയിരുന്നു. നമ്മൾ കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് വലിക്കുമ്പോൾ തന്നെ അത് കയറി പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം ടൈറ്റ് ചെയ്ത് വലിക്കാതെ അങ്ങനെ നോർമലായിട്ട് ഇട്ടിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായത്. സിമ്പിളായിട്ടുള്ളൊരു ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഫ്ലവേഴ്സും ലീഫും അതുപോലെ തന്നെ സ്റ്റെമ്മും വന്നിട്ടുള്ള ഒരു സിമ്പിൾ ഫ്ലോറൽ ഡിസൈനാണ്. കൂടുതലായിട്ട് ഡാമേജ് വന്നിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഒരു ബണ്ടിൽ ഓഫ് ഫ്ലവേഴ്സ്, കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ഒരു ബഞ്ച് വരുന്ന രീതിയിലാണ് ഡിസൈൻ വരച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു സ്റ്റെമ്മ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഫ്ലവർ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് ഫ്ലവർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ കസ്റ്റമർ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു ഷർട്ടിന് മാച്ചാവുന്ന കളർ കോംബോ തന്നെ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും അവർക്ക് നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല, പറ്റുവാണെങ്കിൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഡിസൈൻ ഏതാണോ കൂടുതൽ മാച്ച് ആവുന്നത് അത് ചൂസ് ചെയ്തോ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ആ ഒരു ഷർട്ടിന് ഏകദേശം മാച്ച് ആവുന്ന രീതിയിലുള്ള 2 കളർ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. 2 ടൈപ്പ് ഫ്ലവേഴ്സാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 ഷെയ്ഡിൽ വരുന്ന ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്ലൂ തന്നെ, പക്ഷേ ഒന്ന് ഡാർക്കും ഒന്ന് ലൈറ്റും വരുന്ന രീതിയിൽ അങ്ങനെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരു വർക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യം കണ്ടപ്പം അത്ര ടെൻഷൻ ആയില്ലെങ്കിലും എൻ്റെ കൈ കിട്ടിയപ്പം നല്ലോണം ടെൻഷൻ അടിച്ച് എങ്ങനെയാണിത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളൊരു മൈൻഡായിരുന്നു. അപ്പോൾ കസ്റ്റമറോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ആൾ കുറച്ചൊന്ന് കൂളായി. കുഴപ്പമില്ല, നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ചെയ്ത് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം അവർ 2-3 ദിവസത്തിനുള്ളിൽ തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം അവർ ഓക്കെ ആയി, നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ചെയ്താൽ മതി, ടൈം എടുത്ത് ചെയ്തോ എന്നൊക്കെ പറഞ്ഞപ്പം ഒന്ന് കൂളായി. അങ്ങനെ ടെൻഷനൊന്നും ഇല്ലാതെ മെല്ലെ കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതന്നെ, കൂടുതലായിട്ട് നമുക്ക് ആ ഒരു ക്ലോത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വലിച്ചു പിടിക്കാനൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ ത്രെഡൊക്കെ നമ്മൾ ടൈറ്റ് ചെയ്ത് താഴോട്ട് വലിക്കുമ്പം അത് കൂടുതൽ അത് ഡാമേജ് ആവുന്നുണ്ട്, ക്ലോത്ത് പിന്നി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൂടുതൽ പ്രസ് ചെയ്യാതെ മെല്ലെ മെല്ലെ വേണം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രെയിമിലിട്ട കാര്യം, ഫ്രെയിം നമ്മൾ ഒരു സ്ഥലത്ത് നയിച്ച് പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് വെക്കുമ്പം അങ്ങനെയും കുറേ ടൈം അങ്ങനെ കുറേ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇട്ട് വലിക്കുന്ന സമയത്ത് കീറിപ്പോകുമോ എന്നുള്ളൊരു പേടിയിൽ അങ്ങനെ പതുക്കെയാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം ചെയ്തതിന് ശേഷം ഇപ്പുറത്തെ ഭാഗത്തേക്ക് നമുക്ക് ഫ്രെയിം മാറ്റി കൊടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ വളരെ ശ്രദ്ധിച്ച് അങ്ങനെ പതുക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് നല്ലോണം ഡാമേജ് വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു പോർഷൻ കംപ്ലീറ്റ് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ടൈം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെനിക്കൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം പൊതുവേ ഞാനൊക്കെ ഒരു ഡ്രസ്സൊക്കെ കംപ്ലൈൻറ്റ് വന്നാൽ അല്ലെങ്കിൽ ഇതുപോലെ ഡാമേജ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് യൂസ് ചെയ്യാറേ ഇല്ല. അതവിടെ മൂലക്കിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ എടുത്ത് കളയും, അതാണ് പതിവ്. പക്ഷേ ഇതെനിക്ക് ഒരു നല്ലൊരു ഐഡിയ ആയിട്ട് പിന്നെ തോന്നി. ഇതുപോലെ എന്തെങ്കിലും ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ എംബ്രോയ്ഡറി ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ഇതുപോലെ എന്തെങ്കിലും പാച്ച് വർക്കൊക്കെ ചെയ്തിട്ട് അത് റീയൂസ് ചെയ്യാലോ എന്നുള്ളൊരു ഐഡിയയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ 2-3 ഡ്രസ്സ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ഡ്രസ്സ് ഇതുപോലെ ചെയ്തെടുക്കുക എന്നുള്ള രീതിയിൽ ഇപ്പോൾ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ടൈം കിട്ടുമ്പം ഇൻഷാ അല്ലാഹ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തിട്ട് പിന്നെ അതും കൂടെ റീയൂസ് ചെയ്യണം. അപ്പം നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡാമേജ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ നമുക്ക് കളയാൻ പറ്റാത്ത അത്രയും ഇഷ്ടപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ആരെങ്കിലും പ്രിയപ്പെട്ടവർ ഗിഫ്റ്റ് ചെയ്ത് അതോ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ ഡാമേജ് വന്നിട്ട് ഇടാൻ പറ്റാതെ അങ്ങനെ മൂലക്ക് കിടക്കുന്നൊക്കെ. അപ്പോൾ ഇതുപോലുള്ള ഐഡിയാസൊക്കെ പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്കത് റീയൂസബിൾ ചെയ്യാനും നമുക്ക് ഇഷ്ടപ്പെട്ടത് ഉപയോഗിക്കാനൊക്കെ പറ്റും. അപ്പം നിങ്ങൾക്കും അതുപോലെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഇഷ്ടത്തോടെ വാങ്ങിച്ചു തന്ന ഗിഫ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടത്തോടെ വാങ്ങിച്ചതാണെങ്കിൽ അത് നമുക്ക് അത്ര പെട്ടെന്നൊന്നും കളയാനൊന്നും തോന്നൂല. ചെറിയൊരു ഡാമേജ് വന്നാലൊന്നും പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ കളയാൻ മനസ്സാവില്ല, നമുക്കൊരു വിഷമമൊക്കെ ഉണ്ടാകും. അപ്പം ഇതുപോലുള്ള ഐഡിയാസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നെയും നമുക്ക് കുറേ കാലം ഉപയോഗിക്കാനും റീയൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനും ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇതുപോലെ ഡാമേജ് ആയിട്ട് മാറ്റി വെച്ച 2-3 ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പം അതിൽ പരീക്ഷിച്ച് നോക്കണം. അങ്ങനെ ഇതാ വർക്ക് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ആ ഒരു ഫ്ലവറൊക്കെ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അതിനിടയിലായിട്ട് കുറച്ച് സ്റ്റിച്ചിങ് ഒക്കെ പുറത്തോട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രഞ്ച് നോട്ടും അവിടെ ഇവിടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ കുറച്ച് സ്റ്റെമ്മൊക്കെ അതിനിടയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്ന കുറച്ച് സ്റ്റിച്ചിങ്, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊക്കെ കിടക്കുന്ന ആ ഒരു സ്റ്റിച്ചിങ്ങൊക്കെ ഞാൻ കട്ട് ചെയ്ത് നീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഈ ഒരു ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ആ ഒരു ഫ്ലോറൽ ഡിസൈൻ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് ഇങ്ങനെ ഒരു ബണ്ടിലായിട്ട് അങ്ങനെ പോവാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കസ്റ്റമർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് നമ്മുടെ ആ ഒരു ഡാമേജൊക്കെ കവർ ചെയ്യുന്ന രീതിയിലാണ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. ഒന്നുമില്ലെങ്കിലും ഒരു റെഡ് ആട്ടെങ്കിലും കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും നെഗറ്റീവായാലും പോസിറ്റീവായാലും അത് ഞാൻ സ്വീകരിക്കുന്നതാണ്. താഴെ കമൻറ്റിലൂടെ എന്തായാലും പറയണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷർട്ടിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു ഷർട്ടിനോട് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ കളർ കോംബോ ഒക്കെ ചൂസ് ചെയ്തുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്കും ഇതുപോലുള്ള എന്തെങ്കിലും ഡാമേജ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇനി ഡാമേജ് ആയിട്ടുള്ള പീസ് തന്നെ വേണമെന്നില്ല, നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സ് എന്ത് തന്നെ ആയാലും അല്ലെങ്കിൽ ഷർട്ടായാലും അതിൻ്റെ ബാക്കിലൊക്കെ ഇതുപോലുള്ള ഡിസൈനൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.